ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രി അഗ്നിക്കിരയാക്കി ഇസ്രായേലിന്റെ ഹീനമായ നടപടിയെ ശക്തമായി അപലപിച്ചു കുവൈറ്റ്. ഇസ്രായേൽ നടപടി അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും കൺവെൻഷനുകളുടെയും ഗുരുതരമായ ലംഘനമാണെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇത്തരം ലംഘനങ്ങൾ അവസാനിപ്പിക്കാനും മെഡിക്കൽ മാനുഷിക സഹായം ജീവനക്കാരെയും സ്വത്തുക്കളെയും സംരക്ഷിക്കാനും ഇടപെടണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് കുവൈറ്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഉത്തര ഗസയിലെ അവശേഷിക്കുന്ന ചുരുക്കം ആശുപത്രികളിലൊന്നായ കമാൽ അദ്വാനിലെത്തിയ ഇസ്രായേൽ സേന കടന്നുകയറിയത്. തുടർന്ന് രോഗികളെയും ഡോക്ടർമാരെയും ജീവനക്കാരെയും ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ച് ആശുപത്രി പൂട്ടിയ ശേഷം ലാബ് അടക്കമുള്ള മുറികൾ തീയിടുകയാണ് ചെയ്തത്. യമന് സൗദി അറേബ്യയുടെ സാമ്പത്തിക സഹായ പാക്കേജ് $500 മില്യൺ സഹായം. യമൻ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തുക, യമൻ സെൻട്രൽ ബാങ്കിനെ ശക്തിപ്പെടുത്തുക, യമൻ ജനതയുടെ വികസനവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് സഹായ പദ്ധതി. സാമ്പത്തിക പ്രതിസന്ധിയിലായ യമന് വീണ്ടും സൗദിയുടെ കൈത്താങ്ങ്. $500 മില്യൺ സഹായധനം പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. $300 മില്യൺ യമൻ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപമായും $200 മില്യൺ യമന്റെ ബജറ്റ് കമ്മി പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സഹായം. യമൻ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തുക, യമൻ സെൻട്രൽ ബാങ്കിനെ ശക്തിപ്പെടുത്തുക, യമൻ ജനതയുടെ വികസനവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക എന്നിവ സഹായം വഴി സൗദി ലക്ഷ്യമിടുന്നുണ്ട്. യമനിനായുള്ള സൗദി വികസന പുനർനിർമ്മാണ പദ്ധതി വഴിയാണ് ഫണ്ട് അനുവദിക്കുക. ഇതിനു മുമ്പും സൗദി യമന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. യമൻ സെൻട്രൽ ബാങ്കിലെ നിക്ഷേപങ്ങൾ വിദേശ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുകയും പ്രാദേശിക കറൻസി സ്ഥിരപ്പെടുത്തുകയും വിനിമയ നിരക്കിലെ ചാഞ്ചാട്ടം കുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അവശ്യവസ്തുക്കളുടെ വില കുറക്കുന്നതിനും ഒപ്പം ഇന്ധനത്തിന്റെയും ഡീസലിന്റെയും വില കുറക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. വിമാനയാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഹാൻഡ് ബാഗ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കും. ഒന്നിലധികം ഹാൻഡ് ബാഗുകൾ ഇനി മുതൽ അനുവദിക്കില്ല. ജനുവരി 1 മുതലായിരിക്കും നിയന്ത്രണങ്ങൾ. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ വിവിധ വിമാന കമ്പനികളാണ് നിലവിൽ ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്. വിമാനയാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെയും നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെയും ഭാഗമായാണ് ഹാൻഡ് ബാഗ് നിയന്ത്രണങ്ങൾ. ജനുവരി 1 മുതൽ എല്ലാ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കും. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ നേതൃത്വത്തിലാണ് നിയന്ത്രണങ്ങൾ. വിമാനയാത്രികരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് മാനദണ്ഡങ്ങൾ പുറത്തിറക്കുന്നത്. സുരക്ഷാ പരിശോധനകൾ വേഗത്തിലാക്കി എളുപ്പത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങി മുൻനിര വിമാന കമ്പനികൾ പുതിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ യാത്രാ നിയമങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ ബാഗേജ് നിയന്ത്രണങ്ങൾ ഇപ്രകാരമാണ്. യാത്രക്കാർ 7 കിലോഗ്രാം തൂക്കം വരുന്ന ഹാൻഡ് ബാഗോ ട്രോളി ബാഗോ മാത്രമേ കയ്യിൽ കരുതാവൂ. അധിക ബാഗുകൾ ചെക്ക് ഇൻ ചെയ്ത് ലഗേജിൽ ഉൾപ്പെടുത്തണം. കയ്യിൽ കരുതാവുന്ന ബാഗിന്റെ പരമാവധി ഉയരം 55 സെന്റിമീറ്ററും നീളം 40 സെന്റിമീറ്ററും വീതി 20 സെന്റിമീറ്ററുമാണ്. ഈ പരിധിക്ക് മുകളിൽ പോകുന്ന ബാഗുകൾക്ക് അധിക ചാർജുകൾ ബാധകമാകും. 2024 മെയ് 2 മുൻപ് ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ഈ പുതിയ നയം ബാധകമല്ലെന്നും അധികൃതർ അറിയിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1. ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദേശികളെ സൗദി വിമാനത്താവളങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതായി വിമാന കമ്പനികൾ അറിയിച്ചു. ഉംറ വിസയിൽ ഭർത്താവിന്റെ അടുത്തേക്ക് വന്ന മലയാളി യുവതിയെയും മക്കളെയും കഴിഞ്ഞ ദിവസം ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചയച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി മടക്കി അയക്കുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും വിമാന കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. നേരത്തെ സൗദിയിലുണ്ടായിരുന്നവരെയാണ് പുതിയ തൊഴിൽ വിസയിലോ ഉംറ സന്ദർശക വിസകളിലോ എത്തുമ്പോൾ സൗദി വിമാനത്താവളങ്ങളിൽ നിന്നും തിരിച്ചയക്കുന്നത്. മുൻകാലങ്ങളിൽ സൗദിയിൽ വെച്ച് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരും മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമാണ് തിരിച്ചയക്കപ്പെടുന്നവരിലേറെയും. കൂടാതെ മറ്റു GCC രാജ്യങ്ങളിൽ ക്രിമിനൽ കേസിൽ അകപ്പെട്ടവർക്കും പ്രവേശന വിലക്കുള്ളവർക്കും സൗദിയിലേക്ക് വരുന്നത് തടസ്സമാകാറുണ്ട്. ഹജ്ജ് കാലത്ത് അനുമതിയില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടവരും വിവിധ കാരണങ്ങളാൽ സൗദിയിൽ നിന്നും നാട് കടത്തപ്പെട്ടവരും നിയമവിരുദ്ധമായി സൗദി വിട്ടവരും വീണ്ടും സൗദിയിലേക്ക് വരുമ്പോൾ എമിഗ്രേഷനിൽ പിടിക്കപ്പെടുന്നുണ്ടെന്നാണ് വിമാന കമ്പനികൾ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളോടൊപ്പം സൗദിയിലുള്ള ഭർത്താവിന്റെ അടുത്തേക്ക് ഉംറ വിസയിലെത്തിയ മലയാളി യുവതിയെയും മക്കളെയും ഈ രീതിയിൽ തിരിച്ചയച്ചിരുന്നു. ഇങ്ങനെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സൗദി വിമാനത്താവളങ്ങളിൽ തടഞ്ഞു നിർത്തുന്ന യാത്രക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ഉത്തരവാദിത്തം വിമാന കമ്പനികൾക്കാണ്. എന്നാൽ അത് യാത്ര പുറപ്പെട്ട അതേ വിമാനത്താവളങ്ങളിലേക്ക് തന്നെയാകണമെന്നില്ല. സീറ്റിന്റെ ലഭ്യതയനുസരിച്ച് ഇന്ത്യയിലെ ഏത് വിമാനത്താവളങ്ങളിലേക്കുമാകാം. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെയേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ മടക്കയാത്രാ ടിക്കറ്റിന്റെ ചാർജും സൗദി വിമാനത്താവളത്തിൽ കഴിഞ്ഞുകൂടിയ ദിവസങ്ങളിലെ ഭക്ഷണത്തിന്റേതുൾപ്പെടെയുള്ള ചിലവുകളും നാട്ടിലെത്തിയാൽ യാത്രക്കാരനിൽ നിന്നും വിമാന കമ്പനികൾ ഈടാക്കുകയും ചെയ്യും. ഇങ്ങനെ തിരിച്ചയക്കുന്ന മലയാളികളുടെ എണ്ണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വർദ്ധിച്ചു വരികയാണെന്നും വിമാന കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.
UAE-യിൽ താമസ വിസയുള്ളവർക്ക് ഇനി തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യാൻ ഈ വിസ ലഭിക്കും. വിസയ്ക്കായി തായ് എംബസിയിൽ അപേക്ഷകർ ഇനി നേരിട്ടെത്തേണ്ടതില്ല. തായ്ലൻഡ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ അപേക്ഷകർക്ക് ഓൺലൈനായി വിസ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. സമുദ്ര ടൂറിസം മേഖലയിൽ പുതിയ ലൈസൻസുകൾ അനുവദിച്ച സൗദി അറേബ്യ. റെഡ് സീ അതോറിറ്റിക്ക് കീഴിൽ 12 പുതിയ ലൈസൻസുകളാണ് അനുവദിച്ചിട്ടുള്ളത്. തീരപ്രദേശ വിനോദ മേഖലയിൽ മുന്നേറ്റം നടത്താൻ ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം. റെഡ് സീ അതോറിറ്റിക്ക് കീഴിൽ തീരദേശ വിനോദസഞ്ചാര മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടാണ് പുതിയ 12 ലൈസൻസുകൾ അനുവദിച്ചത്. വിനോദസഞ്ചാര ലൈസൻസ്, ടൂറിസം മറീനകളുടെ നിർമ്മാണം, ക്രൂയിസ് കപ്പൽ ഓപ്പറേറ്റർമാർക്കുള്ള ലൈസൻസുകൾ എന്നിവയാണ്. നിയോമിലെ സിന്താല, യാംബുവിലെ ഡോൾഫിൻ ബീച്ച് റിസോർട്ട്, ജിദ്ദ മുനിസിപ്പാലിറ്റി മറീന, അമാക്ക് അൽബഹർ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിക്കും ലൈസൻസുകൾ അനുവദിച്ചു. റെഡ് സീ ക്രൂയിസ് ഷിപ്പ് കമ്പനിയായ സൗദി ക്രൂയിസിനും ലൈസൻസുകൾ നൽകി. ഇതിന്റെ കീഴിലാണ് ഈ മാസം ആദ്യം തുടക്കമിട്ട അയോറ ക്രൂയിസ്. ഇവയിലേക്ക് നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് അതോറിറ്റി ലൈസൻസുകൾ അനുവദിക്കുന്നത്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. സൗദിയിൽ കൊലപാതകം, ബലാത്സംഗം, മയക്കുമരുന്ന് കടത്ത് കേസുകളിലായി 330 വധശിക്ഷകൾ നടപ്പാക്കി. മയക്കുമരുന്ന് കടത്തിലാണ് 150ഓളം പേരുടെ വധശിക്ഷ. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളം വധശിക്ഷയാണ് ഈ വർഷം നടപ്പാക്കിയത്. മയക്കുമരുന്ന് കേസിൽ റെക്കോർഡ് എണ്ണം വധശിക്ഷകളാണ് സൗദിയിൽ നടപ്പാക്കിയത്. ആകെ നടപ്പാക്കിയ 330 വധശിക്ഷകളിൽ 150 എണ്ണവും മദ്യ മയക്കുമരുന്ന് കടത്തിനാണ്. ഇതിൽ കൂടുതലും അറബ് ആഫ്രിക്കൻ വംശജരായിരുന്നു. പാകിസ്ഥാനികളും ഇന്ത്യക്കാരും സൗദിയിൽ വധശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള 130 എണ്ണം കൊലപാതകം, ബലാത്സംഗം, രാജ്യദ്രോഹം, തീവ്രവാദം എന്നീ കേസുകളിലാണ്. പരസ്യമായി തലവെട്ടുന്ന രീതിയിലുള്ള വധശിക്ഷകൾ നടപ്പാക്കുന്നത് സൗദി നിർത്തിയിരുന്നു. നിലവിൽ പൊതുജനമധ്യേ ശിക്ഷ നടപ്പാക്കാറില്ല. വധശിക്ഷകൾ കുറയ്ക്കണമെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ സൗദി കിരീടാവകാശിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള ശിക്ഷകളിൽ മാറ്റം വരുത്തുകയും ചെയ്തു. എന്നാൽ കൊലപാതകം, ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഇളവ് വരുത്താനാകില്ലെന്ന് കിരീടാവകാശി വ്യക്തമാക്കിയിരുന്നു. ഇത് തന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലെന്നും ഖുർആന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിയമമാണെന്നുമായിരുന്നു കിരീടാവകാശി മാധ്യമ അഭിമുഖത്തിൽ പറഞ്ഞത്. ശക്തമായ ശിക്ഷകൾ നടപ്പാക്കിയതോടെ കൊലപാതകം ഉൾപ്പെടെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ സൗദിയിൽ 110% കുറഞ്ഞതായി കഴിഞ്ഞയാഴ്ച ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഒമാനിൽ ഓൺലൈൻ തട്ടിപ്പുകൾ പല വിധത്തിലാണ് നടക്കുന്നത്. അക്കൗണ്ട് മരവിപ്പിച്ചെന്നും പരിഹരിക്കാൻ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനും പറഞ്ഞ് ഫോണിലേക്ക് വരുന്ന സന്ദേശമാണ് പുതിയ തട്ടിപ്പ്. ഇത്തരം സന്ദേശങ്ങൾ അവഗണിക്കാനും വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ ബാങ്ക് ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പുകൾ വർദ്ധിക്കുന്നുണ്ടെന്ന് ഒമാനിലെ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ഔദ്യോഗിക ബാങ്കിംഗ് പോർട്ടലുകൾ പോലെ രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റുകളിലേക്ക് നയിക്കുന്ന വ്യാജ ലിങ്കുകൾ അടങ്ങുന്ന മെസ്സേജുകൾ അയച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. മരവിപ്പിച്ച അക്കൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കാൻ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത്തരം വ്യാജ വെബ്സൈറ്റിൽ ഉപയോക്താക്കൾ നൽകുന്ന ബാങ്ക് കാർഡ് വിശദാംശങ്ങളിലൂടെ ഈസിയായി അക്കൗണ്ടിൽ നിന്ന് തട്ടിപ്പുകാർ പണം തട്ടുന്നു. ഇങ്ങനെ സന്ദേശം വരുമ്പോൾ തന്നെ ബാങ്കിൽ അന്വേഷിക്കാനും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു വിളിക്കുന്ന തട്ടിപ്പ് സംഘങ്ങളുമുണ്ട്. വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഫോണിലേക്ക് വരുന്ന OTP ചോദിക്കുകയാണ് തട്ടിപ്പ് സംഘത്തിന്റെ രീതി. സുരക്ഷാ കാരണങ്ങളാൽ ATM കാർഡ് മരവിപ്പിച്ചെന്നും ഈ നമ്പറിൽ ബന്ധപ്പെടണമെന്നും കാണിച്ചും സന്ദേശം വരാം. ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകളും നടക്കുന്നുണ്ടെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരം സന്ദേശങ്ങളിൽ വഞ്ചിതരാകരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതരെ അറിയിക്കാനും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഫോണിൽ വിളിച്ച് പണം തട്ടുന്ന സംഘത്തിലെ 15 പേരെ അജ്മാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്ന ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഫോണിൽ വിളിച്ച് പണം ആവശ്യപ്പെട്ട് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ 15 പേരാണ് അജ്മാനിൽ പിടിയിലായത്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, രേഖകൾ പുതുക്കാനുണ്ട് തുടങ്ങിയ നിർദ്ദേശങ്ങളുമായാണ് ഇവർ ഫോണിൽ വിളിക്കുക. സഹായിക്കാനെന്ന വ്യാജാന എമിറേറ്റ്സ് ID ഉൾപ്പെടെയുള്ള വിവിധ രേഖകൾ ഇവർ ആവശ്യപ്പെടും. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വരെ ചോർത്തിയെടുത്ത് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുന്നതാണ് ഇവരുടെ രീതി. തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്ന 19 ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു. ഇവരുടെ തട്ടിപ്പിന് ഇരയായവർ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ വലയിലാക്കിയത്. ഇത്തരം ഫോൺ കോളുകളെ കരുതിയിരിക്കണമെന്നും ബാങ്ക് വിവരങ്ങൾ കൈമാറരുതെന്നും പോലീസ് നിർദ്ദേശം നൽകി. മീഡിയ 1, അജ്മാൻ.
കുവൈറ്റിൽ പ്രവാസികളുടെ ബയോമെട്രിക് രജിസ്ട്രേഷൻ ഡിസംബർ 31 അവസാനിക്കും. സമയപരിധിക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാത്ത പ്രവാസികൾക്ക് കർശന നടപടികൾ നേരിടേണ്ടി വരും. നിശ്ചിത സമയത്തിനുള്ളിൽ നടപടികൾ പൂർത്തീകരിക്കാത്ത പ്രവാസികളുടെ സർക്കാർ ബാങ്കിംഗ് ഇടപാടുകൾ ജനുവരി 1 മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. രജിസ്ട്രേഷൻ പൂർത്തിയാകാത്ത പ്രവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ബാങ്കുകൾക്ക് കുവൈത്ത് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ കുവൈത്ത് സ്വദേശികൾക്ക് അനുവദിച്ചിരുന്ന സമയം സെപ്റ്റംബറിൽ അവസാനിച്ചതോടെ സർക്കാർ ബാങ്കിംഗ് സേവനങ്ങൾ നിർത്തിവച്ചിരുന്നു. സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സഹൽ വഴിയോ മെറ്റാവെബ് പോർട്ടൽ വഴിയോ ആണ് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യേണ്ടത്. പ്രവാസികളിൽ ഭൂരിപക്ഷം പേരും ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. നിലവിൽ ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റുകൾ കേന്ദ്രങ്ങളിൽ നിന്ന് ദിവസവും രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത്. വിരലടയാളം, മുഖം, റെറ്റിന സ്കാനിംഗ് തുടങ്ങിയ ഡേറ്റകളാണ് പ്രധാനമായും ബയോമെട്രിക് രജിസ്ട്രേഷന്റെ ഭാഗമായി എടുക്കുന്നത്. വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിക്കുന്നതോടെ സംശയമുള്ളവരെ എളുപ്പത്തിൽ കണ്ടെത്താനും രാജ്യത്തെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാനും കഴിയും. മീഡിയ 1 കുവൈറ്റ് സിറ്റി. UAE-യിലെ സ്വദേശികൾക്ക് വിവാഹത്തിന് മുൻപ് നിർബന്ധമാക്കിയ ജനിതക പരിശോധനയുടെ ഫലം 2 ആഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാകുമെന്ന് ആരോഗ്യ മന്ത്രാലയം. പ്രശ്നങ്ങൾ കണ്ടെത്തുന്നവർക്ക് ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അടുത്ത വർഷം ആദ്യം മുതലാണ് ജനിതക പരിശോധന നിർബന്ധമാകുന്നത്. സ്വദേശികളുടെ കുടുംബജീവിതത്തിന്റെ സുരക്ഷയും സൗഖ്യവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് UAE ആരോഗ്യ മന്ത്രാലയം വിവാഹപൂർവ്വ ജനിതക പരിശോധന നിർബന്ധമാക്കുന്നത്. ജനിതക രോഗങ്ങൾ വരും തലമുറയിലേക്ക് പകരുന്നത് തടയാനും രോഗസാധ്യതയുണ്ടെങ്കിൽ ചികിത്സ ഉറപ്പുവരുത്താനുമാണ് പരിശോധന ലക്ഷ്യമിടുന്നത്. വിവാഹത്തിന് മുമ്പ് രാജ്യത്ത് നിലവിൽ മെഡിക്കൽ പരിശോധന നിർബന്ധമാണ് എങ്കിലും ജനിതക പരിശോധന ഐച്ഛികമായിരുന്നു. പ്രശ്നങ്ങൾ കണ്ടെത്തുന്നവരുടെ തുടർ ചികിത്സ ആരോഗ്യ മന്ത്രാലയം ഉറപ്പാക്കും. ഇതിനായി ജനിതക വിദഗ്ധരും കുടുംബ ഡോക്ടറും അടങ്ങുന്ന മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നവർക്കുള്ള പ്രധാന പ്രതിരോധ നടപടിയാണ് ജനിതക പരിശോധനയെന്ന് മന്ത്രാലയം പറയുന്നു. വിവിധ എമിറേറ്റുകളിലെ ആരോഗ്യ വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനുവരി ആദ്യത്തിൽ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. തീയതി വ്യക്തമാക്കിയിട്ടില്ല. 840-ലധികം മെഡിക്കൽ അവസ്ഥയുമായി ബന്ധപ്പെട്ട 570 ജീനുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. 2022 മുതൽ അബുദാബിയിൽ പദ്ധതി നിയന്ത്രിതമായ രീതിയിൽ നടന്നു വരുന്നുണ്ട്. ഇതുവരെ 800-ലേറെ സ്വദേശി ദമ്പതികൾ ജനിതക പരിശോധനയ്ക്ക് വിധേയരായി എന്നാണ് കണക്കുകൾ. മീഡിയ 1 അബുദാബി. UAE-യിൽ നേരിയ ഭൂചലനം. പ്രാദേശിക സമയം ഇന്ന് വൈകുന്നേരം 5:51 റിക്ടർ സ്കെയിലിൽ 2.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഉമുൽ ഖുവൈനിലെ ഫലജ് മുഅല്ലയിലാണ് പ്രഭവ കേന്ദ്രമെന്ന് ദേശീയ ഭൌമ കേന്ദ്രം അറിയിച്ചു. ഭൂചലനത്തിൽ എവിടെയും നാശനഷ്ടമോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏഷ്യൻ അറബ് ബിസിനസ് ഫോറം 2024 ഒമാനിൽ നടന്നു. ഏഷ്യൻ രാജ്യങ്ങളും അറബ് ലോകവും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ ഫോറത്തിൽ ചർച്ചയായി. വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ ആഗോള പങ്കാളിത്തങ്ങൾ രൂപപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഏഷ്യൻ രാജ്യങ്ങളും അറബ് ലോകവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ വിലയിരുത്തുന്നതിനും ഫോറം വാതിൽ തുറന്നു. നിലവിലെ വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള പുതിയ സാധ്യതകളും ചർച്ചയായി. മസ്കത്തിലെ കോളേജ് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസിൽ നടന്ന പരിപാടി ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സാണ് സംഘടിപ്പിച്ചത്. ഏഷ്യൻ അറബ് ചെയർമാൻ ഡോക്ടർ സന്തോഷ് ഗീവറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഫോറത്തിൽ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ഒമാൻ ഡയറക്ടർ ജനറൽ നസീമ ബിൻ യഹിയ അൽ ബലൂഷിയും ഒമാനിലെ ബ്രൂണൈ അംബാസഡർ നൊറാലിസിൻ അബ്ദുൽ മോമിനും പങ്കെടുത്തു. ഏഷ്യൻ അറബ് വാണിജ്യ വ്യവസായ ബന്ധങ്ങൾ ഈ മേഖലക്കും അതിനപ്പുറമുള്ള സഹകരണത്തിനും വിനിമയത്തിനും വഴിതെളിക്കുന്നതായി ഫോറം വിലയിരുത്തി. ഭൂമിശാസ്ത്രപരമായി വളരെ തന്ത്രപരമായ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒമാന് ഈ പ്രദേശങ്ങളെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കാനാവുമെന്നും ഫോറം നിരീക്ഷിച്ചു. ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് ഇക്ബാൽ, ഗ്രീസിനെ പ്രതിനിധീകരിച്ചുള്ള ഓണററി കോൺസൽ ഡോക്ടർ ഏലിയാസ് നിക്കോലോ കോപ്പൗലോസും ചടങ്ങിൽ സംസാരിച്ചു. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ തൊഴിൽ മേഖലയിലെ പരാതികൾ തീർപ്പാക്കുന്നതിൽ ഒന്നാമതെത്തി തലസ്ഥാനമായ റിയാദ്. 10,000-ലധികം കേസുകളാണ് ഈ വർഷം അവസാന പാദത്തിൽ മാത്രം തീർപ്പാക്കിയത്. മക്കയാണ് തൊട്ടുപിറകിൽ. 2024 അവസാന പാദത്തിലെ കണക്കാണ് പുറത്തു വന്നത്. ഇത് പ്രകാരം സൗദിയിൽ 12 മേഖലകളിലെ തൊഴിൽ കേസുകൾക്കാണ് പരിഹാരമായത്. ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വേതന സംബന്ധമായ കേസുകളാണ്. കഴിഞ്ഞ 3 മാസങ്ങൾക്കിടെ 1,00,000-ൽ പരം പരാതികളാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ പരിഹരിച്ചത് 34,389 കേസുകളാണ്. 73,342 പരാതികളിൽ ഹിയറിംഗ് തുടരുകയാണ്. പരാതികൾ പരിഹരിച്ച കാര്യത്തിൽ റിയാദാണ് മുന്നിൽ. 10,644 തൊഴിൽ കേസുകളാണ് വർഷത്തിന്റെ അവസാന പാദത്തിൽ തീർപ്പാക്കിയത്.
മക്ക, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളാണ് തൊട്ടുപിറകിൽ. 9820 കേസുകൾ മക്കയിലും കിഴക്കൻ പ്രവിശ്യയിൽ 5449 കേസുകളും പരിഹരിച്ചു. ഏറ്റവും കുറവ് കേസുകൾ തീർപ്പാക്കിയത് ജീസാൻ, നജ്റാൻ, ഹായിൽ എന്നീ പ്രദേശങ്ങളാണ്. തൊഴിലുടമകൾ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നതും സൗഹൃദ അന്തരീക്ഷത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതും കേസുകൾ കുറയാൻ കാരണമായിട്ടുണ്ട്. നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ കോടതി മുൻപാകെ പരാതി നൽകാൻ നിലവിൽ രാജ്യത്ത് തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1. അന്തരീക്ഷത്തിലെ റേഡിയേഷന്റെ തോത് നിരീക്ഷിക്കാനുള്ള മോണിറ്ററിംഗ് സ്റ്റേഷന് തുടക്കം കുറിച്ചു ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മോണിറ്ററിംഗ് പ്ലാറ്റ്ഫോം, ഡാറ്റ അനാലിസിസ് ആൻഡ് പ്രൊഡക്ഷൻ സെക്ഷൻ, അണുവികിരണ നിരീക്ഷണത്തിനുള്ള പ്രത്യേക സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന യൂണിറ്റാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ റേഡിയേഷന്റെ അളവ് വേഗത്തിൽ തിരിച്ചറിയാനും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയുമാണ് സ്റ്റേഷൻ വഴി ലക്ഷ്യമിടുന്നത്. റേഡിയേഷൻ വിവരങ്ങൾ കൃത്യമായി വിലയിരുത്തി ഇത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും പ്രവർത്തനം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹകരണത്തോടെ വ്യവസായം, ആരോഗ്യ സംരക്ഷണം, കൃഷി, ഗവേഷണം തുടങ്ങി വിവിധ മേഖലകളിലെ ആണവോർജ ഉപയോഗത്തിന്റെ സമഗ്രമായ മേൽനോട്ടവും റേഡിയേഷൻ സുരക്ഷയും സെന്റർ വഴി ഉറപ്പാക്കും. മീഡിയ 1, ദോഹ. ഒമാൻ ഭരണാധികാരിയായ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അധികാരമേറ്റതിന്റെ 5ാം വാർഷികത്തിന്റെ ലോഗോ ദേശീയ ആഘോഷങ്ങൾക്കായുള്ള സെക്രട്ടേറിയറ്റ് ജനറൽ പുറത്തിറക്കി. നവീകരിച്ച നവോത്ഥാനം എന്ന മുദ്രാവാക്യത്തിലാണ് വാർഷികാഘോഷം. സുൽത്താന്റെ വിവേകപൂർണമായ നേതൃത്വത്തിന് കീഴിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ലോഗോ. ജനുവരി 11-നാണ് സുൽത്താൻ അധികാരമേറ്റതിന്റെ 5ാം വാർഷികം. ബഹ്റൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അൽ നൂർ ഇന്റർനാഷണൽ സ്കൂൾ വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ അലി ഹസൻ, ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മഷൂദ്, ആക്ടിംഗ് പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ അൽ കൗഹ്ജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 5000 വിദ്യാർത്ഥികളും സ്ഥാപനത്തിലെ ജീവനക്കാരും ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നു. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ MT വാസുദേവൻ നായർ അനുശോചന യോഗം സംഘടിപ്പിച്ചു. മംഗഫ് കലാ സെന്ററിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കലാക്വായ്റ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ദേവി സുഭാഷ് അനുശോചനക്കുറിപ്പ് അവതരിപ്പിച്ചു. ആർ നാഗനാഥൻ, ജെ സജി, ബിനോയ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സജി തോമസ്, അനിൽകുമാർ, തോമസ് സെൽവൻ എന്നിവർ നന്ദിയും പറഞ്ഞു. സീ ലൈനിൽ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളുമായി ഖത്തർ ടൂറിസം. പ്രഥമ സീ ലൈൻ സീസണിന് അടുത്ത മാസം 3-ന് തുടക്കമാകും. ശൈത്യകാലം ഖത്തറിൽ ആഘോഷിക്കാനെത്തുന്നവരെ സീ ലൈനിലേക്ക് ക്ഷണിക്കുകയാണ് ഖത്തർ ടൂറിസം. വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും കരിമരുന്ന് പ്രയോഗവുമെല്ലാമായി ജനുവരി 27 വരെ നീളുന്ന ഉത്സവമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കായിക യുവജനകാര്യ മന്ത്രാലയം, ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ, പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെയാണ് പരിപാടികൾ ഒരുക്കുന്നത്. കായിക മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ വിവിധ കായിക മത്സരങ്ങൾ സീ ലൈനിൽ സംഘടിപ്പിക്കും. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവുമായി സഹകരിച്ച് ഓറിക്സുകളുടെ പ്രദർശനവും ഒരുക്കുന്നുണ്ട്. ക്ലാസിക് കാറുകളുടെ നിരയുമായി മവാത്തിറും എത്തും. അറബിക് ടെന്റുകൾ, മൈലാഞ്ചി കലാകാരന്മാർ, ആകാശ നിരീക്ഷണം, കൈറ്റ് ഫെസ്റ്റിവൽ, കാർ റേസിംഗ്, ഡ്രോൺ ഷോ, പാചക മത്സരം, ബസ്സിൽ ഡ്യൂൺ ഡ്രൈവ് തുടങ്ങി ആസ്വദിക്കാൻ ഏറെ വിഭവങ്ങളാണ് ഒരുങ്ങുന്നത്. വെള്ളിയാഴ്ചകളിലാണ് വെടിക്കെട്ട് നടക്കുക. ഉദ്ഘാടന ദിവസവും ജനുവരി 10-നും ലൈവ് സംഗീത നിശയും അരങ്ങേറും. മീഡിയ 1, ദോഹ. മസ്കത്തിലെ അൽ ജലാലി കോട്ട പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നു. പദ്ധതി നടത്തിപ്പിന് താൽപര്യമുള്ള കക്ഷികളിൽ നിന്ന് ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം ബിഡുകൾ ക്ഷണിച്ചു. 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കോട്ട നഗരത്തിലെ സുപ്രധാന ലാൻഡ്മാർക്കുകളിലൊന്നാണ്. കടൽ വഴിയുള്ള ഭീഷണി നേരിടാൻ 1580-കളിൽ പോർച്ചുഗീസ് അധിനിവേശ കാലത്താണ് കോട്ട നിർമ്മിച്ചത്. കോട്ട ജയിലായി ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഒമാനി പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്വകാര്യ മ്യൂസിയമാക്കി മാറ്റി. പദ്ധതി സൈറ്റ് എങ്ങനെ വികസിപ്പിക്കാം എന്ന ബിസിനസ് പ്ലാനും കമ്പനികൾ തയ്യാറാക്കണം. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് തണൽ ബഹ്റൈൻ ചാപ്റ്റർ വനിതാ മെഡിക്കൽ ഫെയർ സംഘടിപ്പിച്ചു. അൽ ഹിലാൽ ആശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഫെയർ കേരളീയ സമാജം വനിതാ വിഭാഗം പ്രസിഡന്റ് മോഹിനി തോമസ് ഉദ്ഘാടനം ചെയ്തു. റഷീദ് മാഹി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുബൈർ കണ്ണൂർ, മുജീബ് മാഹി, റീഗ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സിൽവി ജോൺ ആരോഗ്യ ക്ലാസ് എടുത്തു.
ഖത്തറിലെ ഇന്ത്യൻ എംബസി അനുബന്ധ സംഘടനയായ ICBF പുതിയ ലൈബ്രറി തുടങ്ങി. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഈഷ് സിംഗാൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യക്കാരായ ജയിൽ അന്തേവാസികൾക്കും ഷെൽട്ടറുകളിൽ താമസിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് റീഡേഴ്സ് നെസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ലൈബ്രറി ക്രമീകരിച്ചിരിക്കുന്നത്. ICBFന്റെ 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തുടങ്ങിയ ലൈബ്രറി ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിനും ഉപയോഗപ്പെടുത്താവുന്നതാണ്. തുമാമയിലെ ICBF കെട്ടിടത്തിലാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. സാങ്കേതിക വിദ്യയിൽ വൻകുതിപ്പ് നടത്തുന്ന ഇക്കാലത്ത് വായനയ്ക്കുള്ള പ്രാധാന്യം ഏറെ വലുതാണെന്ന് ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത ഈഷ് സിംഗാൾ പറഞ്ഞു. ICBFന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വർക്കി ബോബൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ദീപക് ഷെട്ടി നന്ദിയും പറഞ്ഞു. മീഡിയ 1 ദോഹ. റിയാദിലെ സംഗീത കൂട്ടായ്മയായ റിയാദ് ഇന്ത്യൻ മ്യൂസിക് ലവേഴ്സ് അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. മലാസ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജയൻ കൊടുങ്ങല്ലൂർ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. സിനിമാ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ നയിക്കുന്ന സംഗീത വിരുന്നായിരിക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറുക. ബാബുരാജ്, സുരേഷ് ശങ്കർ, അൻസാർ ഷാ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. ബാലൻഡോറുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തിയ പ്രസ്താവനയിലൂടെ ശ്രദ്ധ നേടി ഗ്ലോബ് സോക്കർ പുരസ്കാര നിശ. ലോക ഫുട്ബോളർ പട്ടത്തിന് ഏറ്റവും അർഹൻ വിനീഷ്യസ് ജൂനിയറാണ് എന്ന പോർച്ചുഗീസ് സൂപ്പർ താരത്തിന്റെ പരാമർശമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. ഈ വർഷത്തെ ഫിഫ ബാലൻഡോർ പുരസ്കാരം വിനീഷ്യസ് ജൂനിയർ അർഹിച്ചിരുന്നു. അവനോട് ചെയ്തത് അനീതിയാണ് എന്ന ക്രിസ്ത്യാനോയുടെ വാക്കുകളാണ് ഫുട്ബോൾ ലോകം ഏറ്റെടുത്തത്. ദുബൈ പാം അറ്റ്ലാന്റിസിലെ സദസ്സ് കരഘോഷത്തോടെ ഏറ്റെടുത്ത പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലും ഓളമുണ്ടാക്കി. വിനിക്ക് പുരസ്കാരം നൽകിയതിലൂടെ ഗ്ലോബ് സോക്കർ അവാർഡ് നീതിപൂർവമാണ് എന്ന് കരുതുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് താരം റോഡ്രിക്കാണ് ഇത്തവണ ബാലൻഡോർ പുരസ്കാരം ലഭിച്ചിരുന്നത്. വെള്ളിയാഴ്ച രാത്രി അറ്റ്ലാന്റിസിൽ നടന്ന താരനിബിഡമായ ചടങ്ങിലായിരുന്നു ഗ്ലോബ് സോക്കർ പുരസ്കാര പ്രഖ്യാപനം. മികച്ച താരമായും സ്ട്രൈക്കറായും വിനീഷ്യസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷം റയൽ മാഡ്രിഡിന് വേണ്ടി സ്പാനിഷ് ലാലിഗ, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ചതാണ് വിനീഷ്യസിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. വിവിധ വിഭാഗങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, ജൂഡ് ബെല്ലിംഗാം, ലാമിൻ യമാൽ തുടങ്ങിയവരും പുരസ്കാരത്തിന് അർഹരായി. ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് അവാർഡുകൾ വിതരണം ചെയ്തു. ബ്രസീൽ സൂപ്പർ താരം നെയ്മർ, റിയോ ഫെർഡിനാൻഡ്, ജെറാർഡ് പിക്വെ, അലക്സാൻഡ്രോ ഡെൽപിയാറോ, തിബോ കോർട്ടോയ്സ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ദുബൈ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെയായിരുന്നു പുരസ്കാര നിശ. ദുബൈയിലെ ഗ്ലോബ് സോക്കർ പുരസ്കാര വേദിയിൽ നിന്നും അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. കുവൈറ്റ് ഫുട്ബോൾ താരങ്ങൾക്ക് $1.5 ലക്ഷം പ്രഖ്യാപിച്ച കുവൈറ്റ് ഫുട്ബോൾ അസോസിയേഷൻ. അറേബ്യൻ ഗൾഫ് കപ്പിൽ സെമി ഫൈനലിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് അസോസിയേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് അഹമ്മദ് അൽ യൂസഫ് അസബാഹ് സമ്മാനം പ്രഖ്യാപിച്ചത്. നേരത്തെ UAE തോൽപ്പിച്ച കുവൈറ്റ് ടീമിലെ ഓരോ താരത്തിനും $4,000 വീതം കുവൈറ്റ് ഫുട്ബോൾ അസോസിയേഷൻ നൽകിയിരുന്നു. യുവജനകാര്യമന്ത്രി അബ്ദുറഹിമാൻ അൽ മുതായിരിയും കളിക്കാർക്ക് 2,000 ദിനാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ 31 ജാബർ അൽ അഹമ്മദ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2ാം സെമി ഫൈനലിൽ ആതിഥേയരായ കുവൈറ്റ് ബഹ്റൈനെ നേരിടും. ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് കൂടി സൗകര്യപ്രദമാകാൻ മക്കയിൽ പുതിയ ലുലു സ്റ്റോർ തുറന്നു. ജബൽ ഉംറയിൽ മസ്ജിദ് അൽ ഹറമിന് സമീപമാണ് പുതിയ ലുലു. 24 മണിക്കൂറും ലുലു തുറന്നു പ്രവർത്തിക്കും. ആഗോളതലത്തിൽ ലുലുവിന്റെ 250ാമത്തെ സ്റ്റോറാണ് മക്കയിലേത്. മക്കയിലെ ജബൽ ഉമറിലാണ് പുതിയ ലുലു തുറന്നത്. ഹറമിൽ നിന്നും നടന്നെത്താവുന്ന തരത്തിലാണ് ഇതിന്റെ സജ്ജീകരണം. തീർത്ഥാടകർക്കും സന്ദർശകർക്കും അവശ്യ വസ്തുക്കളടക്കം എല്ലാം സുഗമമായി ലുലുവിലെത്തി വാങ്ങാനാകും. ജബൽ ഉമർ ഡെവലപ്മെന്റ് കമ്പനി ലീസിംഗ് മാനേജർ സഹീർ അബ്ദുൽ മജീദ് ഖാൻ ലുലു സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചീഫ് അസറ്റ് മാനേജ്മെന്റ് ഓഫീസർ സമീർ സബ്ര, ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, ലുലു സൗദി ഡയറക്ടർ ഷെഹി മുഹമ്മദ്, ലുലു സൗദി വെസ്റ്റേൺ പ്രൊവിൻസ് റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി. മക്കയിലെത്തുന്ന തീർത്ഥാടകർക്കും പ്രദേശവാസികൾക്കും ആഗോള ഷോപ്പിംഗ് അനുഭവമാണ് ലുലു നൽകുകയെന്നും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA പറഞ്ഞു. 13,000 സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ലുലു. എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ്, ഫ്രഷ് ഫുഡ് സെക്ഷൻ, മൊബൈൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കായി ലുലു കണക്ട്, ലുലു ഫാഷൻ സ്റ്റോർ എന്നിവയാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ആഗോളതലത്തിൽ ലുലുവിന്റെ 250ാമത്തെ സ്റ്റോറാണ് മക്കയിലേത്. 3 വർഷത്തിനകം സൗദിയിൽ 100 സ്റ്റോറുകൾ എന്ന വികസന പദ്ധതിയിലാണ് ലുലു റീറ്റെയിൽ. മീഡിയ 1 മക്ക.
ചാവക്കാട് പ്രവാസി അസോസിയേഷൻ നസീം ഹെൽത്ത് കെയറുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. CPI ജനറൽ സെക്രട്ടറി ഷെറിൻ പരപ്പിൽ നേതൃത്വം നൽകി. സീനിയർ കാർഡിയോ കൺസൾട്ടന്റ് ഡോക്ടർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പരിശോധനയും യുനീക്കിന്റെ നേതൃത്വത്തിൽ CPR ട്രെയിനിങ്ങും നടന്നു. CPI പ്രസിഡന്റ് കബീർ തെരുവത്ത്, ഗ്ലോബൽ ചെയർമാൻ അബ്ദുള്ള തെരുവത്ത്, നസീം ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് മാനേജർ സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എക്സ്പാട്രിയേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. റിയാദിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം റഹ്വാൻ മുനമ്പത്ത് നിർവഹിച്ചു. ജയൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഗീത വിരുന്ന്, ഫയർ ഡാൻസ്, വിവിധ ഗെയിമുകൾ, ദാറുൽ ഹുദ സംഗീത ആൽബം പ്രദർശനം തുടങ്ങിയവയും അരങ്ങേറി. സൈഫ് റഹ്മാൻ, ഷാനവാസ് പുന്നിലത്ത്, അഫ്സൽ, മുസ്തഫ എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി. ഇന്ത്യൻ സ്കൂൾ അൽമബേല 14-ാം വാർഷികാഘോഷം വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ ആഘോഷിച്ചു. അൽ സയ്യിദ് അബ്ദുള്ള അൽ ബുസൈദി, കൗതർ അൽ സുലൈമാനി എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. 10-12 ക്ലാസുകളിലെ പരീക്ഷയിൽ ഉന്നത വിജയം നേടി ഒന്നാമതെത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അഭിനന്ദിച്ചു. സ്കൂളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച അധ്യാപകരും ഒമാനി പ്രവർത്തകരും ആദരം ഏറ്റുവാങ്ങി. സയ്യിദ് സൽമാൻ, കൃഷ്ണേന്ദു S, ഷമീം ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ഖത്തറിലെ ഇന്ത്യൻ നഴ്സുമാരുടെ കൂട്ടായ്മയായ ഫിൻക്യൂ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് മാത്രമായി ഫോട്ടോഗ്രഫി പ്രദർശനം സംഘടിപ്പിച്ചു. ഖത്തറിന്റെ പ്രകൃതിയും സംസ്കാരവും അടയാളപ്പെടുത്തുന്ന 34 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ആർട്ട് ഫാക്ടറിയിൽ നടന്ന പ്രദർശനം ഗ്യാൻവീർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. IBPC വൈസ് പ്രസിഡന്റ് റോയ് പോൾ, ഫിൻക്യൂ പ്രസിഡന്റ് ബിജോയ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. ഖത്തറിലെ ഇന്ത്യൻ സമൂഹം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിക്കുന്നു. എംബസി അനുബന്ധ സംഘടനയായ ICC-യുടെ നേതൃത്വത്തിലാണ് മൻമോഹൻ സിംഗ് അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. നാളെ വൈകിട്ട് 7 മണിക്ക് ICC അശോക ഹാളിലാണ് പരിപാടി. ഇന്ത്യൻ അംബാസിഡർ വിപുൽ പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ പ്രവാസി വെൽഫെയർ ഖത്തർ അനുശോചിച്ചു. രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക നയതന്ത്ര രംഗത്തും ഏറെ ശോഭിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് അനുശോചന കുറിപ്പിൽ പറഞ്ഞു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗം രാജ്യത്തിന് നികത്താനാകാത്ത വിടവാണ്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രവാസികളെ പരിഗണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നയനിലപാടുകൾ പ്രശംസനീയമാണെന്നും പ്രവാസി വെൽഫെയർ അനുസ്മരിച്ചു.